الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فبشرناه بغلام حليم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക നിയന്താവായ രക്ഷിതാവായ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയത്ത് ചെയ്യുകയാണ്. ഒന്നും ഉപകരിക്കാത്ത ഒരു ശുപാർശയും ഇല്ലാത്ത പരലോക ജീവിതത്തിൽ നമ്മുടെ ഈ സംസാരവും ഇരുത്തവും നമ്മുടെ ഈ സമയവുമെല്ലാം നമുക്ക് ഉപകരിക്കുന്ന കർമ്മമാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവും. ഈ അടുത്ത് ഒരു ഉപ്പ എന്റെ വാഹനത്തിൽ കയറിയപ്പോ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചതാണ്, വീട്ടില് ആരെല്ലാം ഉണ്ട്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, മക്കളൊക്കെ വിദേശത്തുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ ഞങ്ങള് മാത്രം എന്നാണ്. ഞാൻ ചോദിച്ചു, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും മാത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഒരു ചെറിയ പേരക്കുട്ടിയെങ്കിലും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു ഞങ്ങൾക്ക് ഇപ്പം ഉള്ള സന്തോഷത്തിന് എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടാവുക എന്നത് നമുക്ക് ഏറെ വലിയ സന്തോഷമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ നൽകുന്ന സന്ദർഭം വിവരിച്ചിടത്തൊക്കെ അള്ളാഹു പ്രയോഗിച്ചത് അവർക്ക് നാം സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ്. വാർദ്ധക്യത്തിൽ കുട്ടികളെ കിട്ടിയിട്ടുള്ള സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് മലക്കുകൾ വന്ന് പറഞ്ഞത്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. നോക്കൂ, അവിടെ പ്രയോഗിച്ചത് യാ സക്കരിയ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ, ഒരു മകനെ നാം നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഒരു കുട്ടിയെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന്. നോക്കൂ, ആ ഒരു പ്രയോഗത്തിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടാണ്
ഫബശ്ശർനാഹു ബിഇസ്ഹാഖ, ഇസ്ഹാഖിനെ കൊണ്ട് നാം നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വിവേകിയായ ഒരു കുട്ടിയെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ അള്ളാഹു പ്രയോഗിച്ചിടത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സന്തോഷമുണ്ട്. ഒരു പേരക്കുട്ടി ഉണ്ടായാൽ മതി ഞങ്ങൾക്ക് സന്തോഷായി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന മക്കളുണ്ട്, ഈ സന്തോഷം ഉണ്ടാക്കുന്ന മക്കളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 2 തരം മക്കളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഈ സന്തോഷം നിലനിർത്തുന്ന മക്കളും മറ്റത് സന്തോഷത്തെ കെടുത്തിക്കളയുന്ന മക്കളുമാണ്. നമുക്ക് വിശുദ്ധ ഖുർആൻ ഒന്നാമത് പരിചയപ്പെടുത്തിയ ഒരു മകനെ ഹത്താ ഇദാ ബലഗ അശുദ്ദുഹു വബലഗ 40 സന قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ഒരു മകനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാൻ, അത് ആ ആയത്ത് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉമ്മ മകനെ പ്രസവിക്കുന്ന സമയത്തുള്ള വേദനയെ സംബന്ധിച്ച്, അതിന്റെ പ്രയാസത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടതിനിടയിലാണ് ആ മകന്റെ സംഭവം അള്ളാഹു പറയുന്നത്. ഹത്താ ഇദാ ബലഗ അശുദ്ദുഹു വബലഗ 40, അവന് ആ മകന് പൂർണ്ണ ശക്തി പ്രാപിക്കാം. ഒരു മകളായി വന്ന് അവർ പൂർണ്ണ ശക്തി പ്രാപിച്ചിട്ട് ഒരു 40 വയസ്സെത്തിയാൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയും, അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യമായി ഈ 40 വയസ്സെന്ന് പറഞ്ഞാൽ പ്രവാചകത്വമൊക്കെ ലഭിക്കുന്ന, അതായത് ഒരു ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ള സമയമാണ് ഈ 40ാമത്തെ വയസ്സ്. ആ വയസ്സിൽ ആ കുട്ടി വാപ്പനെങ്ങനെ നോക്കും? അവന് കല്യാണം കഴിച്ച് അവന്റെ മക്കളിൽ നോക്കും. അവ രണ്ടിന്റെ മധ്യത്തിലുള്ള സമയമാണ്. ആ സമയത്ത് അവന് ബോധ്യപ്പെടുമ്പോ അവൻ പ്രാർത്ഥിക്കാണ്. ഓക്കെ, ഖാല റബ്ബി ഔസിഅനി, പടച്ചോനെ എനിക്ക് നീ പ്രചോദനം നൽകണം. എന്തിന്? അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 40 വയസ്സായ ഞാന്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്. അൻ അശ്കുറ നിഅമതകല്ലതി അലയ്യ, എനിക്ക് നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാനുള്ള ഒരു ബോധ്യം റബ്ബേ എന്റെ മനസ്സ് തോന്നിപ്പിക്കണേ. എന്നിട്ട് രണ്ടാമത് പറയാണ് വഅലാ വാലിദയ്യ, മുകളിലേക്ക് ഞാൻ നോക്കിയപ്പോ വാപ്പയും എനിക്ക് എന്നെ ഈ രൂപത്തിലാക്കി തീർത്ത എന്റെ വാപ്പയും ആ വാപ്പയും ഉമ്മക്കും ശുക്ർ ചെയ്യാനുള്ള ഒരു ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരണം. മാത്രമല്ല നീ തൃപ്തിപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും ഞാൻ ഇങ്ങനെ ആയി എന്റെ മക്കളും ഇങ്ങനെ ആക്കി തരുന്ന ഒരു അവസ്ഥ, ആ നല്ലൊരു മക്കളെ റബ്ബേ ഉണ്ടാക്കി തരണേ. ഞാൻ നിന്നിലേക്ക് ഇതാ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. പടച്ചോനെ എന്നെ നീ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകൻ. നോക്കി, ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള ഒരു മോനെ കിട്ടിയ വാപ്പാന്റെ ഒരു അവസ്ഥകൾ ആലോചിക്കുക, എന്തൊരു സന്തോഷമായിരിക്കും. ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെയുണ്ട്? നന്ദി കാണിക്കുന്ന ഒരു മനസ്സ്. നോക്കി, ഒരു ബാപ്പാക്ക് കിട്ടിയ മോന്റെ മനസ്സ്, അല്ല ഒരു ഉമ്മാക്ക് കിട്ടിയ, ഒരു മാതാപിതാക്കൾക്ക് കിട്ടിയ മകന്റെ മനസ്സ്, നന്ദി കാണിക്കുന്ന മനസ്സ്, മാതാപിതാക്കളെ ഓർക്കുന്ന മനസ്സ്, സ്വന്തം മക്കളും പടച്ചോനെ എന്റെ ബാപ്പയും ഉമ്മയും എന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി, പക്ഷെ എന്റെ മക്കൾ ഇതുപോലെ ആകണല്ലോ റബ്ബേ എന്ന മനസ്സ്. പടച്ചോനെ അവസാനം വരെ ബാപ്പയും ഉമ്മയും കാണിച്ചെന്ന ഈ മാർഗം ഉണ്ടല്ലോ, മുസ്ലിമായ ഈ മാർഗം റബ്ബേ മരിക്കുന്നത് വരെ ഈ ഇസ്ലാമിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തൗഫീക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ, ഒരു മകളുടെ മനസ്സുള്ള വാപ്പ നിങ്ങൾ ആലോചിച്ചു. ആ വാപ്പക്കും ഉമ്മക്കും ദുനിയാവിൽ എന്തൊരു സന്തോഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹ് പറയാണ് ആ വാപ്പക്കും ഉമ്മക്കും ദുനിയാവിലല്ല ആഖിറത്തിലും പടച്ചോൻ കൊടുക്കുന്ന വെച്ചോ, ഇന്നല്ലാഹ ലയർഫഉ ദറജത ലി അബ്ദിസ് സാലിഹി ഫിൽ ജന്ന
ഫയഖൂലു യാ റബ്ബി മിൻ ഐന ലി ഹാദാ ഫയഖൂലു ബിഇസ്തിഗ്ഫാരി വലദിക ലക. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വലിയ പദവി, അദ്ദേഹത്തിന്റെ പദവി ഇങ്ങനെ ഉയർത്താൻ നല്ല ഒരു മനുഷ്യർക്ക് ജന്നത്തിൽ, സ്വർഗത്തിൽ. അപ്പൊ ഇയാൾ ചോദിക്കാണ്, ഇപ്പൊ യഖൂലു യാ റബ്ബി, പടച്ചോനെ, മിൻ ഐന ലി ഹാദാ, ഇതൊക്കെ എവിടുന്നാ പടച്ചോനെ? ഞാൻ ഇങ്ങനെ പദവി ഇങ്ങനെ ഉയരാണ്. ആ പദവി ഉയരാൻ ആവശ്യമായ ഓരോ കാര്യങ്ങളും റബ്ബ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇയാൾ പറയാണ്, പടച്ചോനെ, ഞാൻ ഇത്രയൊന്നും ചെയ്തില്ല, എവിടുന്നാണ് ഇതൊക്കെ നീ കൊണ്ടുവരുന്നത്? ഫയഖൂലു റബ്ബു സുബ്ഹാനഹു വ തആല, ആ മനുഷ്യനോട് പറയുകയാണ്, ബിഇസ്തിഗ്ഫാരി വലദിക ലക, നിനക്ക് വേണ്ടി നിന്റെ മകൻ നിന്റെ മരണശേഷം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയതാണ്. ഓന്റെ ഓരോ വളർച്ചയിലും ഈ വാപ്പാനെയും ഉമ്മാനെയും ഓർക്കാതെ പോയില്ല. മാത്രമല്ല, നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഒരടിച്ചു പൊളിച്ചല്ല, മറിച്ച് എല്ലാ സന്ദർഭത്തിലും നിങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്നോ, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ പടച്ചോനെ, എന്റെ വാപ്പാണിത്, എന്റെ ഉമ്മാണിത്, പടച്ചോനെ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് നിരന്തരം നിങ്ങളെ ഓർത്ത, നിങ്ങൾ വളർത്തിയെടുത്ത ആ മാർഗത്തിൽ വളർന്ന മക്കളാണ്. അതുകൊണ്ട് ആ മക്കൾ ഇസ്തിഗ്ഫാർ ചെയ്തതിന്റെ ഫലം അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോളി എന്ന് പറയാണ്. നോക്കി, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് വാപ്പാന്റെ ഒരു മുതലാണ്. അത് യഥാർത്ഥത്തിൽ ഒരു സ്വദഖത്തുൻ ജാരിയയാണ്. കമാ അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക ഫീ ഖൗലിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഖൗല് പോലെ, ഇദാ മാത ഇബ്നു ആദമ ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസിൻ വമിൻഹാ, അതിൽപ്പെട്ടതാണ് വലദുൻ സ്വാലിഹിൻ യദഉ ലഹു, ഒരു നല്ല മോൻ ആ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ഇങ്ങനെയുള്ള ഒരു മകന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെ ഒരു മകളിൽ ആ വാപ്പാക്കും ഉമ്മാക്കും എത്ര സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ സന്തോഷം അനുഭവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇങ്ങനെ കുറേ പിതാക്കന്മാരുടെ ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാട്ടില് വീട്ടിലിങ്ങനെ കേറി വരുമ്പോ വാപ്പാക്ക്, വീട്ടിലിങ്ങനെ കേറി വരുമ്പോ ഉമ്മാക്ക് കൺകുളിർമുള്ള മക്കള് ഓർത്ത് കഴിഞ്ഞാൽ വാപ്പ മരിക്കാൻ കിടക്കുന്ന സമയത്തും അഭിമാനത്തോടുകൂടി മരണത്തെ പുൽകിയ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പ്രിയപ്പെട്ടവരെ. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. എന്ന രണ്ടാമത്തെ ഒരു മക്കളിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാ കണ്ടോ, വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനനി അൻ ഉഖ്റജ ഖദ് ഖലത്തിൽ ഖുറൂൻ മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാഹി വൈലക ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. രണ്ടാമത്തെ ഒരു ടൈപ്പ് മക്കളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താണ്. ഒരു മാതാപിതാക്കൾ, അവർ രണ്ടുപേരും, ആ മാതാപിതാക്കൾ രണ്ടുപേരും നിന്നിട്ട് മോനോട് പറയാണ്. മോനോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ മോന്റെ ആദ്യത്തെ മറുപടി എന്താ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നാശം. ബാപ്പന്റെ ഉമ്മന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മോനിങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന ആഴ്ച, നിങ്ങൾക്ക് രണ്ടാക്കും നാശം. നിങ്ങൾ രണ്ടുപേരും എന്നെ പേടിപ്പിക്കാണോ? മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്ന് നമ്മൾ ചെയ്തതൊക്കെ പടച്ചോൻ ചോദിക്കുമെന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ പേടിപ്പിക്കാണോ? അങ്ങനൊന്നുമില്ല. നിരീശ്വരവാദിയായ ഒരു മോൻ. എന്നിട്ട് ആ മോൻ പറയാണ്, എനിക്ക് മുമ്പ് എത്രയോ ആളുകൾ കഴിഞ്ഞു പോയി. ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ വാപ്പ? ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടമ്മ? അങ്ങനെ നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഈ മാതാപിതാക്കൾ വാപ്പയും ഉമ്മയും അതാ അള്ളാഹുവിലേക്ക് കൈനീട്ടുകയാണ്. എന്നിട്ട് പറയാണ്, വൈലക്ക്, മോനെ നിനക്ക് നാശം. മോനെ ഇതൊന്ന് വിശ്വസിക്കും മോനെ, ഇന്ന വഅദല്ലാഹി ഹഖ്, മോനെ അള്ളാന്റെ വാഗ്ദാനം അത് സത്യമാണ് മോനെ.
അപ്പൊ പിന്നെ കുട്ടി ഇല്ല അസാത്തീറുന്നബല് ഇപ്പ ഇതൊക്കെ പൂർവികർ പറഞ്ഞ കെട്ടുകഥകളാ എന്ന് പറഞ്ഞ് ആ വാപ്പാനെയും ഉമ്മയെയും അത്രമേൽ കഷ്ടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു മകളുടെ ചിത്രവും ഉഷിത്തൂറാൻ പറഞ്ഞു. നോക്കി പ്രിയപ്പെട്ടവരെ, ഈ നിസ്സഹായാവസ്ഥ അനുഭവിച്ച ആളാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് വനാദാ നൂഹ് ഇബ്നഹു വകാന ഫീ മിഅ്സൽ, ഇങ്ങനെ മുങ്ങിത്തായാണ് യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകുൻ മഅൽ കാഫിരീൻ, മോനെ ഈ കാഫിറുടെ കൂട്ടത്തിലാകല്ലേ, ഇങ്ങോട്ട് കേറി വാ എന്ന് പറഞ്ഞപ്പോ ആ മോൻ പറഞ്ഞെന്താ, ഈ വെള്ളത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഞാനത് ആ മലന്റെ മുകളിൽ പോയി രക്ഷപ്പെട്ടോളാം, നിങ്ങൾ പോയിക്കോളിപ്പാ എന്ന് പറഞ്ഞ് ആട്ടി. വനാദാനൂഹു റബ്ബഹു, ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈ ഉയർത്തുന്നുണ്ട്. റബ്ബി ഇന്ന ഇബ്നി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. പഠിച്ചോനെ എന്റെ മോനാണ്, എന്റെ ആ കുടുംബത്തിൽപ്പെട്ട മോനാണ് റബ്ബേ ആ മുങ്ങിച്ചാകണത്. ആ അവസ്ഥയിൽ പോലും വാപ്പാക്കുള്ള സ്നേഹം, പക്ഷെ എതിർക്കുന്ന ആ മോനിങ്ങനെ മുങ്ങിങ്ങനെ മരിക്കാൻ പോവാണ്. അപ്പോ നീ വാപ്പ പ്രാർത്ഥിക്കാണ്, പഠിച്ചോനെ നീ പറഞ്ഞ വാഗ്ദാനം ഒന്ന് പൂർത്തീകരിച്ചുകൊണ്ട് റബ്ബേ, അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക, വിശ്വാസ രംഗത്ത് നിന്റെ കൂടെ ഇല്ലാത്ത ആ മകൻ ചോരയിൽ നിന്റെ മകനാണെങ്കിലും നിന്റെ മകനല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നോക്കൂ, ഈ നിസ്സഹായ അവസ്ഥ അനുഭവിച്ച എത്രയോ മാതാപിതാക്കൾ പണ്ടുണ്ട് ഇന്നുണ്ട്. ഇതേ മാതാപിതാക്കളോട് ഇങ്ങനെ തർക്കിക്കുന്ന മാത്രമല്ല, മതം എന്ന് പറയുന്നത് അത് കെട്ടിക്കുണുക്കാണ് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ജീവിക്കുന്ന മക്കളെ ഇന്ന് ധാരാളം കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇത് രക്ഷപ്പെടുത്തണം. ഈ മക്കൾ നമ്മൾ ആദ്യം പറഞ്ഞ പടച്ചോനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കളായിത്തീരണം. അതെങ്ങനെ? ഇതൊരു അമാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ മക്കൾ ഒരു അമാനത്താണ്. അത് അമാനത്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട എന്താ? നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണല്ലോ. അത് ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് മക്കൾക്ക് നമ്മൾ ഉപദേശം നൽകണം. അപ്പൊ നമ്മൾ വിചാരിക്കും, ഉപദേശമൊന്നും ഈ ജെൻസി ടീമിന് ഈ ഉപദേശം എന്ന് പറഞ്ഞ സംഗതിയെ പറ്റൂല. ശരിയാണ്. പക്ഷെ എന്നാലും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എടുത്തു നോക്കിയാൽ ഒരു വാപ്പാന്റെ ഒരു ഉമ്മാന്റെ കടമയാണ്. നല്ല മക്കളെ കിട്ടിയ രക്ഷിതാക്കളൊക്കെ ചെയ്തത് എന്താണ്? അവർ ഉപദേശം നൽകിയിട്ടുണ്ട്. ഇബ്രാഹിമു ബനീഹി വയഅഖൂബു, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞു ആദ്യത്തെ മക്കളെ കിട്ടിയ ആൾക്കാരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നല്ല മക്കളെ കിട്ടിയ ഇവർ ചെയ്തത് എന്താണ്? യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത് പറഞ്ഞു മക്കളെ വിളിച്ചിട്ട് മക്കളെ അള്ളാഹ് നമ്മളതാ നല്ലൊരു മാർഗത്തിൽ തെരഞ്ഞെടുത്ത്. നമ്മളെ കുടുംബക്കാരൊക്കെ നോക്കി, നമ്മളെ കുടുംബം മൊത്തം അള്ളാഹ് അൽഹംദുലില്ലാഹ് എത്ര ഭാഗ്യത്തിലാ നമ്മൾ ഹിദായത്തിന്റെ മാർഗത്തിലാ അള്ളാഹ് നമ്മളെ തെരഞ്ഞെടുത്ത ആൾക്കാരാട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫലാ തമൂതുന്ന, നിങ്ങൾ മരിക്കാൻ പാടില്ല ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിട്ടല്ലാതെ. അപ്പൊ ബാപ്പൻ മുന്നേ അവർ ഉപദേശിച്ചിട്ടുണ്ട്. ഖുർആൻ പറയാനും ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉണർത്തിയിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ മൊത്തം വിളിച്ചല്ലോ. അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബുൽ മൗത്ത് ഇദ് ഖാല ലിബനിഹി. അതിനർത്ഥം എന്താ? യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നനായി കിടക്കുമ്പോ മക്കളെല്ലാരെയും വിളിച്ചു. എത്ര മക്കൾ? 12 മക്കളുടെ. ആ മക്കളെ വിളിച്ചിട്ട് പറയാണ്, മക്കളെ എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കുക. അപ്പൊ ഉപദേശം നടന്നിട്ടുണ്ട്. അപ്പൊ ഉപദേശം കൊടുക്കണം എന്നത് ഒരു സംഗതിയാ. മക്കൾക്ക് ദീന് പഠിപ്പിക്കണം, ദീന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മൗലൂദ് എന്ന ഫി അഹ്കാമുൽ മൗലിദി എന്ന കിതാബിൽ കൃത്യമായി തന്നെ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും സഹാബികളുടെയും ചരിത്രങ്ങൾ തങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പൂർവികന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കണം.
അവരെ ഉപദേശിക്കണം, ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് കൃത്യമായ ബോധ്യം ഉണ്ടാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ മുഫസ്സിറായി തീർന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ അള്ളാന്റെ റസൂല് വിളിച്ചു ഉപദേശിക്കുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം. അള്ളാഹനെ സൂക്ഷിക്കണം, എന്നാൽ നിന്നെ അള്ളാഹു സംരക്ഷിക്കും. അപ്പൊ എന്താ ഉപദേശം നടന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ആ ഉപദേശത്തിന്റെ രീതി ശാസ്ത്രമാണ് ആധുനികവൽക്കരിക്കേണ്ടത് എന്നുള്ളൂ. നമ്മൾ സൈക്കോളജിക്കൽ അപ്രോച്ച് ആ രൂപത്തിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ളൂ. ആ പാരന്റ്സ്, അഡൽട്ട്, ചൈൽഡ്, പിയിൽ നിന്ന് ചൈൽഡിലേക്കുള്ള ഓർഡർ കൊടുക്കുന്നതിന് പകരം അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള സംസാരം നടത്തിയാൽ ഏത് മക്കളും കേൾക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഈ ഒരു ബാധ്യത എനിക്കുണ്ട് എന്ന ബോധ്യം വാപ്പാക്കും വേണം, ഉമ്മാക്കും വേണം. 2, നമ്മൾ തന്നെ അവർക്ക് നല്ല മാതൃകയാകണം. വാപ്പനെയും ഉമ്മനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾ ആദ്യം നോക്കുക. എന്താ വെച്ചാല് ഇപ്പച്ചിനെയും ഇമ്മച്ചിനെയാണ്. ഓലെ ഡീലിങ്സ് എങ്ങനെയാണ്. ഒന്നും അടിപിടി കൂടുന്ന മക്കളെ കുടുംബാണെങ്കിൽ മക്കൾക്ക് അത് മടുപ്പാവും. ഇപ്പൊ പ്രത്യേകിച്ച് നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ കൊടുത്ത വാർത്തകൾ എന്താ? നമ്മുടെ സമൂഹത്തിൽ കൊടുത്ത വാർത്തകൾ എന്ന് വെച്ചാല് കല്യാണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് പ്രയാസമാണ്. അടിപിടിയുടെ വർത്തമാനം, ഒളിച്ചോട്ടത്തിന്റെ വർത്തമാനം, അതുപോലെ കൊലയുടെ വർത്തമാനം. ഇങ്ങനെ കേട്ടപ്പോ പുതിയ തലമുറ എന്താ തീരുമാനിച്ചത്? കല്യാണം വേണ്ട, കല്യാണം ഒന്നും വേണ്ട. ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ഇവർ നല്ല നിരീക്ഷിക്കും. മക്കൾ ചെറുപ്പത്തിൽ നല്ലോണം നിരീക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം അവർ മാതാപിതാക്കളെയാണ് നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ, കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും. പ്രയാസമില്ലാത്ത ഒരു ജീവിതം ഒരു വീടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് നമ്മൾ മക്കളുടെ മുമ്പിലല്ല. അതിന് നമുക്ക് നമ്മുടെ കിടപ്പറയിൽ പറഞ്ഞു തീർക്കാവുന്നതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരുന്നതാണ്. തീരാതെ കെട്ടി വെക്കുമ്പോഴാണ്, ഒന്ന് സംസാരിക്കാൻ സമയമില്ലാതിരിക്കുമ്പോഴാണ്, രണ്ടു കൂട്ടർക്കും ഒന്ന് സംസാരിക്കാനുള്ള സമയം, ക്വാളിറ്റി ടൈം കൊടുക്കാത്ത സന്ദർഭത്തിലാണ് പലപ്പോഴും കുട്ടിത്തരികൾ ഉണ്ടാകുക. അത് മക്കൾ കാണുകയും മക്കൾ നമ്മുടെ മാതൃകയല്ലാതായി പോവുകയും ചെയ്യും. അതുപോലെ ഇസ്ലാമികപരമായ എല്ലാ സംഗതികളും നമുക്കുണ്ടാകണം. നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ വേണം, സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ വേണം, ഉമ്മയോട് ഭാര്യയോട് പെരുമാറുന്ന രീതി, നല്ല രൂപത്തിൽ പെരുമാറുന്ന രീതി വേണം ഇസ്ലാം പഠിപ്പിച്ചത്. ഏറ്റവും നല്ല ആളാരാ? ഇസ്ലാം ഇങ്ങനെ അളക്കണെന്ന് വെച്ചിട്ടോ, ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങാടിയിൽ ഇങ്ങനെ വെളുത്ത ഷർട്ടിട്ട് തുണിട്ട് അല്ലെങ്കിൽ നല്ല രൂപത്തിൽ അതല്ല, നല്ലതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ അളക്കുന്നത് മനുഷ്യൻ നല്ലവനാണോ എന്ന് ചോദിച്ചാൽ അവന്റെ പെണ്ണുങ്ങൾ പറയണം, മൂപ്പര് അൽഹംദുലില്ലാഹ്. നമ്മളെ ഭാര്യ നമ്മളെ പറ്റി പറയാ, രണ്ടാളെ മുമ്പെന്ന് പറയാണ്, മൂപ്പര് അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ അത്രയേറെ സൂക്ഷ്മതയുള്ള, സംസാരത്തിൽ അത്രയേറെ ലാളിത്യമുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമ്മുടെ ഭാര്യ പറയാണ് രക്ഷപ്പെട്ട്. അല്ല, നമ്മളെ ഭാര്യ മറ്റൊരാളെന്ന് പറയാം, മൂപ്പര് എന്ന് പറഞ്ഞിട്ട് വേറെ പിന്നെ ഒരു കുത്ത് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ നന്നായിട്ടില്ല. ഷെയ്യാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാ? നിങ്ങളുടെ ഭാര്യയോട്, കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ മാതൃക, മക്കൾക്ക് കിട്ടുന്ന മാതൃക എന്താണ്? പ്രവാചകന്റെ ജീവിതത്തിലുടനീളം പ്രവാചകനെ നോക്കി വളർന്ന പേരക്കുട്ടികൾക്ക് കാണാവുന്ന മാതൃകയിൽ അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ മാതൃകയുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. 3, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ കല്യാണത്തിനൊക്കെ ആൾക്കാരെ വിളിക്കുന്നതിനാ അതിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് റബ്ബേ കുടുംബത്തിലും സമൂഹത്തിലും നാടിനും ഒക്കെ ഖൈറും ബർക്കത്തുള്ള മക്കളാക്കി തീർക്കണമെന്നാ. അപ്പൊ ഈ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 3 ആളുകളുടെ പ്രാർത്ഥന നമുക്കറിയാം. മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന വലിയ ഹൈറുള്ള പ്രാർത്ഥനയാണ്. ഒരു കുട്ടിക്ക് അവന്റെ ജീവിതത്തിലും അവന്റെ ബിസിനസ്സിലും അവന്റെ കുടുംബ ജീവിതത്തിലും ഒക്കെ ബർക്കത്ത് വേണമെങ്കിൽ വാപ്പാന്റെ ഉമ്മാന്റെ ഒരു പൊരുത്തം വേണം.
ഒരു പൊരുത്തം ഇല്ലെങ്കിലും ആ വാപ്പങ്ങാനും നമ്മൾ വലിയ ബിസിനസ് തുടങ്ങി, സമ്പത്ത് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി, വാപ്പനൊന്നും അറിയിച്ചില്ല. നാട്ടിലുള്ള പലരും പറഞ്ഞു, അല്ലടോ എന്റെ മോൻ ഇങ്ങനെ എന്തോ തുടങ്ങുന്നുണ്ട്, മോൻ തുടങ്ങുന്നുണ്ടോ? വാപ്പ കേൾക്കുന്നത് പങ്ങാടിയുള്ള ഒരുത്തന്റെ വായിൽ നിന്നാണെങ്കിൽ വാപ്പാക്കുള്ള ഒരു വിഷമത്ര, ഓ ഓൻ ഇങ്ങനെ ഒന്ന് ഇത്ര ഓരൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ഓൻ തുടങ്ങുന്ന പരിപാടി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന ചെറിയ വിഷമം മതി. അത് വളരൂല പ്രിയപ്പെട്ടവര്. വളരണമെങ്കിൽ വാപ്പാന്റെ ഉമ്മാന്റെ തൃപ്തി വേണം, കുടുംബത്തിന് വേണം, എല്ലാത്തിനും വേണം. അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞേ, സലാസുൻ ദഅവാതു യുസ്തജാബു ലഹുന്ന ലാ ശക്ക ഫീഹിന്ന. മൂന്നാളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന എങ്ങാനും മേലോട്ട് പോയാൽ ഉറപ്പാണ് അതിന് ഉത്തരം ഉണ്ട്. ഏതാ ഒന്ന്? ദഅവത്തുൽ മദ്ലൂം വദഅവത്തുൽ മുസാഫിർ വദഅവത്തുൽ വാലിദി ലിവലിദിഹാ. വാപ്പ മക്കൾക്ക് എതിരായൊന്ന് പ്രാർത്ഥിച്ചാണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു ഒറ്റ വാപ്പാനും ഉമ്മാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൽകി നമ്മൾ അവരുടെ കണ്ണെന്നൊരു കണ്ണീര് വരുന്ന, അത് അവരുടെ മനസ്സൊന്ന് പടക്കുന്ന അവസ്ഥ ഉണ്ടാക്കിക്കരുത്. അത്രമേൽ അവരെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ആ നിലക്ക് കൊണ്ടുപോകേണ്ട ആളുകളാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ ഓർക്കുക, മക്കൾക്ക് എതിരായി പ്രാർത്ഥിക്കരുത്. എതിരായി പ്രാർത്ഥിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഓർക്കുക മക്കളെ, അത് വലിയ അപകടമാണ്. എന്നാൽ മാതാപിതാക്കളെ, എന്നാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് എതിരായി ഒരു പ്രാർത്ഥന നമ്മൾ നടത്തരുത്. മറിച്ച് മക്കൾക്ക് വേണ്ടി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ, മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാഹ് ഈ രൂപത്തിലുള്ള മക്കളെ കിട്ടും. നാലാമതായി, ദീൻ പഠിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുക. പ്രിയപ്പെട്ടവരായ നമ്മുടെ ഒരു ബാധ്യതയാണ്. അമാനത്തായി റബ്ബ് നൽകിയ മക്കളുണ്ടല്ലോ, ആ മക്കളെ തിരിച്ചു കൊടുക്കണം. നിങ്ങളെ കയ്യിൽ ഒരു സംഗതി ഒരാളെ ഏൽപ്പിച്ച്, ഇന്ന ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ പിടിച്ചോളി എന്ന് പറഞ്ഞാൽ അത് നമ്മുടേതല്ല, അയാൾ നമ്മളെ ഏൽപ്പിച്ച ഒരു സംഗതിയാ. പടച്ചോനെ, കുറെ മനുഷ്യന്മാരുണ്ട്, പക്ഷെ എല്ലാവർക്കും കൊടുത്തില്ലത്. കുറെ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നുണ്ട്, 15, 20, 30 കൊല്ലം ആഗ്രഹിച്ചിട്ട് മക്കളെ കിട്ടാത്ത ആളുണ്ട്. പിന്നെ എന്തേ നമുക്ക് തന്നെ അള്ളാ ഇങ്ങനെ അമാനത്തായി തന്ന നോക്കണം. നോക്കി തരുന്ന സമയത്ത് ഒരു കേടില്ല, ഒരു കേടില്ലാത്ത ഫിത്ര. എത്ര ഒരു വൈറസ് ഇല്ലാത്തൊരു സംഗതിയാ തരുന്നത്. പക്ഷെ അള്ളാഹ്ക്ക് തിരിച്ചു കൊടുക്കണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. നമ്മൾ ഏൽപ്പിച്ച സംഗതി തിരിച്ചു കൊടുക്കുമ്പോൾ കേടാക്കി കൊടുത്താൽ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണം. അതുകൊണ്ട് ആ ഒരു കേടാക്കാത്ത അവസ്ഥക്ക് വേണ്ടി സാഹചര്യം ഒരുക്കണം. അത് മാതാപിതാക്കളുടെ ഒരു ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇപ്പൊ വെക്കേഷനാണ്, ആ കുട്ടികൾക്ക് വലിയ പഠനങ്ങളിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ദീനിയായ പഠനങ്ങൾക്ക് വേണ്ടി മക്കളെ നമ്മൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അത്തരം സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ആ ഒരു സാഹചര്യത്തിൽ വളർത്തുകയും, അതാണ് അഭിമാനകരമായ അവസ്ഥ. ദീനാണ് അഭിമാനമുണ്ടാക്കുന്നത് എന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോകുകയും വേണം. ഇങ്ങനെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ആ വാപ്പ അനുഭവിച്ച അനുഭവം ഉണ്ടല്ലോ, ദുനിയാവിലും നാളെ പരലോകത്തെടുത്തിട്ട് എന്തൊന്നില്ലാത്ത സന്തോഷം. റബ്ബേ, എവിടുന്നൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോ മക്കളാണ്. ആ ഉമ്മയും ഉപ്പയും അനുഭവിക്കുന്ന സന്തോഷം അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സ് റബ്ബിലേക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ചില ആളുകൾ വിളിക്കുന്നത് എന്താണ്, ശവ്വാൽ പ്രഭ, മനുഷ്യ മനസ്സുകൾ മടവൂരിലേക്ക്. നിങ്ങൾ എല്ലായിടത്തും ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മനസ്സുകൾ പടച്ചതമ്പുരാന്റെ അടുത്തേക്ക് പോകേണ്ട ഈ മനസ്സുകളെ വിളിച്ചു കൊണ്ടുപോകുന്നത് എവിടേക്കാണ്?
അള്ളാഹുവിനുള്ള കഴിവ് ഇവിടെ മനുഷ്യരായ സൃഷ്ടികൾക്കുമുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു വലിയായി മാറുകയോ അല്ലെ അള്ളാഹുവിന്റെ കഴിവിൽ പലതും ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചാൽ ചിലതൊക്കെ ഞങ്ങൾ നിർവഹിച്ചു തരാം എന്ന് പറയുന്ന കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ വിളിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായും നമ്മൾ അത്തരം കാര്യങ്ങളോട്, നമ്മൾ അത്തരം ചെയ്യുന്ന ആളുകളോട് വളരെ സമാധാനത്തോടു കൂടി ആ കാര്യങ്ങൾ വിലയിരുത്തി കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും വേണം. കാരണം മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകരിച്ചു തരാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് നമ്മൾക്ക് ബോധ്യമുള്ള ഒരു സംഗതിയാണ്. വിശുദ്ധ ഖുർആൻ, പ്രവാചകന്മാരുടെ ജീവിതം, അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഏതെങ്കിലും മരിച്ചുപോയ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ എന്ന് പറയുന്ന പ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ അല്ലെ നമ്മുടെ ഒരു പ്രയാസം മാറ്റിത്തരാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം നിർവഹിക്കേണ്ടത് ആരാ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കി, അള്ളാന്റെ റസൂലിന് ഒരു ആൺകുട്ടിയല്ലേ ഉണ്ടായി? ഒരാൺകുട്ടി ഏതൊരു വാപ്പാക്കാണ്, ഏതൊരു ഉമ്മാക്കാണ് ഒരാൺകുട്ടി ഉണ്ടായാൽ അവർക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം അവര് പിൻതലമുറക്കാരനാണല്ലോ. ഓക്കെ, അള്ളാന്റെ റസൂലിന് ഒരു ആൺകുട്ടി ഉണ്ടായിട്ട് ആൺകുട്ടി മരിച്ചു കിടന്നു. അള്ളാഹുവിന്റെ റസൂല് വലിയൊരു ഔലിയാണ്. അല്ല, ആ ഔലിയാക്കളിൽ പെട്ട ഏറ്റവും വലിയ ഔലിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട്, എന്റെ കുട്ടി മരിച്ചെടുക്കണം, നിങ്ങളെല്ലാ കഴിവ് ഉപയോഗിച്ച്, ഹക്ക് ബർക്കത്ത് ഉപയോഗിച്ച് ഒന്ന് ഇതിന് ജീവൻ കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂൽ അങ്ങനെ അവിടുത്തെ ഹദറത്തിലേക്ക് ഒരു പ്രാർത്ഥന നടത്തി. ഇല്ല, അത് അള്ളാന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കണം. നോക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിന് അങ്ങനെ എന്തോ പ്രയാസം ഉണ്ടായി. ജീവിതത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോഴാണല്ലോ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോണത്. നമുക്ക് വലിയ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സഹാബത്തിന്, അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിന് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവരെന്താ ചെയ്യേണ്ട? ആദ്യം മദീനത്തെ ഖബറിന്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് റസൂലിനോട് പറയാ, റസൂലേ, നിങ്ങൾ അള്ളാന്റെ റസൂലാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത കാലഘട്ടത്തിൽ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത കാലഘട്ടത്തിൽ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ കാണുന്നില്ല. സഹാബത്തിൽ ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കാണില്ല. അവരൊക്കെ നേരെ പ്രയാസം ഉണ്ടായാലും റബ്ബിനോട് തേടുന്ന അവസ്ഥ, യാ റബ്ബി. കാരണം എന്താ? അവര് റബ്ബിനെ കുറിച്ച് പഠിച്ചു. അതുകൊണ്ട് ശവ്വാല് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടല്ല പോണ്ടി, നമ്മൾ ഖുർആനിലേക്ക് പോയി റബ്ബിനെ കണ്ട ആളുകളാ. നമ്മളിന് റബ്ബിലേക്ക് തന്നെ അടുക്കുക. എന്ത് പ്രയാസം ഉണ്ടായാലും റബ്ബിലേക്ക് അടുക്കുക. മഹാനായ ശൈഖ് ജീലാനി റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയതി ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാഹ് ഫദാലിക ഇശ്റാഖും മിൻക ബിഹി ലാ യംലികു മഅഹു ഫീ മലകിഹി അഹദൻ ശൈഅ ലാ ളാറ വലാ നാഫിയ വലാ റാഫിഅ വലാ ദാഫിഅ വലാ ജാലിബ വലാ മുൻഖിമ വലാ മുബല്ലിയ എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖ് ജീലാനി ബാഗ്ദാദിൽ മുഹീദ്ദീൻ ശൈഖ് റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ ഒന്നും പോണ്ടില്ല. ലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയതി. നിങ്ങളുടെ ഈ അങ്ങേയറ്റത്തെ പ്രയാസമുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ആരും നിങ്ങളുടെ ശികായത്ത് പറയരുത്. ഇലാ അഹദിൻ മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒന്നിനോടും നിങ്ങൾ ആവരാതി പറയരുത് എന്ന് പറഞ്ഞ ശൈഖിനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു സഹോദരനെയാണ് പലരും എന്ത് ചെയ്യുന്നത്, ലോകത്തിന്റെ മുദബ്ബിറായി, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനായി, എല്ലാത്തിനും കഴിവുള്ളവനായി പറഞ്ഞ് അങ്ങോട്ട് എന്താ അതുകൊണ്ടുള്ള നഷ്ടം നമ്മൾ കാണുന്നല്ലേ? നോക്കൂ, ഇങ്ങനെ ശൈഖിന്റെ ഈ കള്ളക്കഥകൾ പറഞ്ഞിട്ട് അവസാനം എന്തെത്തി? പ്രസവിക്കുന്ന ആ സ്വന്തം വീട്ടിൽ വെച്ച് പ്രസവിക്കുന്ന കുഴപ്പമുണ്ടായിട്ടില്ല. ഈ ഒരവസ്ഥ ഇത് ശൈഖിന്റെ കറാമത്ത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ വഴി കാത്തു നിൽക്കുന്നതിലേക്ക് നമ്മുടെ ഈ സമൂഹം എത്തിക്കഴിയുമ്പോ നഷ്ടപ്പെടുന്നത് എന്താണ്? സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ തന്നെ
മരിച്ചു പോകുന്ന, അഭിമാനം നഷ്ടപ്പെടുന്നതിനേക്കാളപ്പുറത്ത് മനുഷ്യന്റെ ജീവഹാനി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോ ഇത്ര പുരോഗതിച്ച ഈ കാലഘട്ടത്തിലും എന്ത് ഈ സമൂഹം ഇങ്ങനെ എന്ന് പറയുന്നിടത്തേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ദീനിനെ കൊണ്ട് എത്തിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇത് ദീനല്ല. ദീൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, ഒരു പ്രയാസവും നീട്ടിത്തരാൻ കഴിവില്ലാത്തവരാണ്. നിങ്ങളിൽ നിന്ന് ഒരു പ്രയാസത്തെയും അവർക്ക് നീക്കാൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹ് എന്ത് ചെയ്ത് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ഈച്ച, ആ ഈച്ച ഒരു സംഗതി എടുത്തു കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തവരാണ് എന്ന് വരെ വ്യക്തമാക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയപ്പെട്ടവര്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ് പറയാണ് ഒന്നിനും കഴിയില്ല, വലാ തഹ്വീല, നീക്കിത്തരാൻ മാത്രമല്ല ഒന്നും മാറ്റവും ചേഞ്ച് ചെയ്യാൻ അതിന് പോലും സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈഖായാലും വലിയായാലും അത് മരമായാലും കല്ലായാലും പോട്ട പ്രവാചകന്മാരായാലും ആരായാലും അള്ളാഹുവിന് പുറമെ ഇലാഹെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആരോട് തേടിയാലും ഒരു ദുർറിനെയും കശ്ഫ് ചെയ്യാൻ മാറ്റാൻ അവർക്ക് സാധ്യമല്ല. വലാ തഹ്വീല, ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ അവർക്ക് സാധ്യമല്ല. ആരാത് പറഞ്ഞത്? ഖുർആൻ, അള്ളാഹ്. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? അള്ളാഹുവിലേക്ക്. അങ്ങനെ അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കും. ആ സ്വസ്ഥതയും സമാധാനവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ വിശ്വാസം തെറ്റിക്കഴിഞ്ഞാൽ ഏത് ബില്ലല്ല, ഏത് സംഗതി വന്നാലും നമ്മൾ തകർന്നു പോകും. നമ്മൾ തകരാതിരിക്കണമെങ്കിൽ എത്ര വലിയ ബില്ല് ആരും പാസാക്കിയാലും നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും. എപ്പോ? അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാകുമ്പോ, വിശ്വാസികൾ കറക്റ്റ് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ എത്ര തന്നെ എതിർപ്പുകൾ ഉണ്ടായാലും വിശ്വാസികളെ അള്ളാഹു വിജയിപ്പിക്കും. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ഒക്കെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവേ, എല്ലാ രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ച് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഏർപ്പാടുകളിൽ എല്ലാത്തിലും ബർക്കത്തിനെ, റഹ്മത്തിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിമ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ജീവിക്കാനും അതനുസരിച്ച് ജീവിതത്തിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്ത മാസം അതിന്റെ തുടക്കമാണ്. അള്ളാഹുവേ, ഹജ്ജിന് ഉദ്ദേശിച്ച് അതിന് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവേ ഹജ്ജ് ചെയ്യാനും അവിടെ പോകാനും ഹജ്ജ് നിർവഹിക്കുവാനും മഖ്ബൂൽ മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാനുമുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ ഒരു കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവേ, അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവേ ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക്, ഗുരുജനങ്ങൾക്ക്, വേണ്ടപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവേ അവർക്കെല്ലാം നീ മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله.